ഒരു സിനിമയിൽ അഭിനയിച്ച ശേഷം ഇത് വിജയിക്കുമോ തോൽക്കുമോ എന്നെ സംബന്ധിച്ചൊരു വല്ലാത്തൊരു സംശയം എപ്പോഴും മനസ്സിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കില്ലേ? അല്ല ഏതെങ്കിലും ശരി അപ്പം ഞാൻ വിചാരിച്ചാൽ ശരിയാകും, അതായത് ഇത് വിജയിക്കാൻ പോകുന്ന പടമാണ്. അല്ല എന്താ അറിയുക, ചില പടങ്ങൾ നമ്മൾ കഥ കേൾക്കുമ്പോൾ വളരെ നന്നായിട്ട് തോന്നും. ചിലപ്പോൾ സ്ക്രീൻ പ്ലേ വായിച്ച് നോക്കാൻ പറ്റില്ല, നമുക്ക് അതിനൊന്നും ഇതുണ്ടാവില്ല. കഥ കേട്ട് വളരെ നന്നായിട്ടാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. എല്ലാ സിനിമകളും നന്നായിട്ട് ഓടണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ചിലത് ചെന്ന് തുടങ്ങി കഴിയുമ്പോൾ മനസ്സിലായി ഇത് ആകെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളത്. പിന്നെ ഒരിക്കലും നമ്മളെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഇത്രയും വിശ്വസിച്ച് പൈസ മുടക്കിയ പ്രൊഡ്യൂസർ എടുത്ത് ഇപ്പം നിർത്തിക്കോ അല്ലെങ്കിൽ തൻ്റെ ജീവിതം പോക്കാന്നുള്ളത് പറയാനും പറ്റില്ല. അപ്പോഴേക്കും ഒരുപാട് ലക്ഷം പോയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഉള്ളത് തീർക്കുക എന്നുള്ളത് അത് നമുക്ക് നേരത്തെ അറിയാം. ചിലത് നമുക്ക് തുടങ്ങുന്നറിയാം, ഫുൾ കോൺഫിഡൻസ് ഈ സിനിമ ഓട്ട് നന്നായിട്ട്. റിലീസിംഗ് ഡേ ഒക്കെ ആകുമ്പോഴേക്കും ഒരു ചെറിയൊരു ചെണ്ടമേളം ഉണ്ടാകാറില്ലേ? പിന്നെ തീർച്ചയായിട്ടും ഉണ്ടാവില്ലേ, നമ്മൾ ചെയ്യുന്നൊരു പ്രൊഫഷണല്ലേ. എന്താ മുറി അടച്ചിരിക്കുകയാണോ, എന്താ സാറ് ചെയ്യാറ്? അങ്ങനെയൊന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇല്ല അങ്ങനെ പൂജാമുറി അടച്ചിട്ട്. അല്ല എന്നാലും ഒരു നമ്മൾ ചിലപ്പോൾ നാണയം ഒന്ന് കറക്കി നോക്കുന്ന പോലെ ഒന്നും ചെയ്യില്ല, യാതൊന്നും ചെയ്യാറില്ല. എന്നും പ്രാർത്ഥിക്കുന്ന പോലെ ആദ്യം ദൈവങ്ങളെ പ്രാർത്ഥിക്കും. മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞാൽ എനിക്ക് സിനിമ തന്ന് എൻ്റെ ഗുരുനാഥനെ പ്രാർത്ഥിക്കും, ഗുരുക്കന്മാരെ പ്രാർത്ഥിക്കും. പിന്നെ ഒരു ഇഷ്ടപ്പെട്ട ഒന്നിന് ദൈവങ്ങളെ പ്രാർത്ഥിക്കും, എൻ്റെ മാതാപിതാക്കളെന്ന് മനസ്സിൽ പ്രാർത്ഥിക്കും. വേറെ ഒന്നും ചെയ്യാം. വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു, എന്നാൽ ഈ പറഞ്ഞ പോലെ റിലീസ് ചെയ്ത് കഴിയുമ്പോഴും ഡാം സ്ക്യൂബായി മാറുന്നു. അങ്ങനെ എന്തെങ്കിലും പടം ഉണ്ടായിട്ടുണ്ട്? ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കരയോ വരുന്നുണ്ട് അന്നേരം, കഷ്ടം തോന്നിയിട്ടുണ്ട്. നമ്മൾ ഇത്രയും ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫലം 1% പോലും കിട്ടിയില്ലല്ലോ എന്ന് ആലോചിച്ചത്. ചില നന്നായിട്ട് ചെയ്ത് പടം ഇറങ്ങാതെ കിടന്ന് പോയി. എപ്പോഴെങ്കിലും റിലീസായി, ഒരു വെള്ളിയാഴ്ച ഇറങ്ങി, ഒരു ചൊവ്വാഴ്ച ആരും അറിയാതെ പോയി. ഫ്ലൂക്കിൽ ചെയ്തിട്ടുള്ള പടങ്ങളുണ്ടാവില്ലേ? അതെ, തുടക്കകാലത്ത് ഒരുപാട് പടങ്ങളുണ്ടായിട്ടുണ്ട്. ആ പടമൊക്കെ നമ്മൾ തന്നെ വിചാരിക്കും ദൈവം ഇതൊക്കെ ഓടിയോ എന്ന് വിചാരിക്കും. ഒന്ന് ചിരി വരുമല്ലേ കളിപ്പിച്ച ആൾക്കാരെ അങ്ങനെ ചീറ്റ് ചെയ്തൊന്നും തോന്നാറില്ല. നമ്മൾ ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞാലും എനിക്കൊന്ന് ഈ പറഞ്ഞ റേഞ്ച്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജയറാമിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ മറ്റ് പല നടന്മാർക്കും ഇല്ലാത്ത തരത്തിലൊരു റേഞ്ചുണ്ട്. നർമ്മം, അതുപോലെ കുടുംബത്തിന് വളരെ ഫ്ലെക്സിബിളായിട്ട് അഭിനയിക്കാറുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു അടിസീനിലേക്ക് വരുമ്പോൾ ജയറാം വേണ്ടത്ര അങ്ങ് ശോഭിക്കുന്നില്ല എന്നൊരു ഒരു ചില പ്രേക്ഷകർ പറയാറുണ്ട്. അതൊന്നും അങ്ങേർക്ക് പറ്റിയ പണിയല്ല. എത്ര പേര് പറഞ്ഞിട്ടുണ്ട് ഇതിനൊന്നും പോകാതെ മോനെ, ഇത് നല്ല നല്ല കുടുംബവേഷങ്ങളൊക്കെ ചെയ്യേ എന്ന് പറയാറില്ലേ? അല്ല, പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളൊരിക്കലും അത് ചെയ്യാതിരിക്കരുത്. അത് ആവശ്യമാണ്, സിനിമയുടെ ഒരു ഭാഗമാണ്. നടനെന്നല്ലേ? പിന്നെ ഒരു ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ചെയ്യാൻ പറ്റാതിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പായിരിക്കും. ഫിസിക്കലിയും കൂടി അതിന് ഫിറ്റായിരുന്നില്ല എന്ന് ഞാൻ. ഇപ്പം എനിക്ക് തന്നെ ഒരു ആത്മവിശ്വാസമുണ്ട്. ഞാൻ കുറച്ചുകൂടി ഫിസിക്കലി നന്നായി മെലിഞ്ഞല്ലേ? നന്നായിട്ട് മെലിഞ്ഞ് ലിക്വിഡ് ഡയറ്റാണ് എൻ്റെ ഭാര്യ എനിക്ക് തരുന്നത്. കാര്യത്തിൽ വളരെ കർക്കശഭാവമാണല്ലോ. എന്നോട് തന്നെ പറയാറുണ്ട്, കുറച്ച് ശരീരമാണ് ഏറ്റവും നമ്മൾ സൂക്ഷിക്കേണ്ടത്. ലിക്വിഡ് ഡയറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും വേറെ അർത്ഥം വരും കേട്ടോ. ലിക്വിഡ് ഡയറ്റ് അതെ, അതായത് ഭാര്യ വളരെ കർശനമായി പ്രിസ്ക്രൈബ് ചെയ്യുന്ന അതാണ് ഡയറ്റാണ്. പിന്നെ നന്നായിട്ട് എക്സസൈസ് ചെയ്യും. രാവിലെ നേരത്തെ ഒരു 5:30 മണിക്ക് എണീച്ച് 6 മണി തൊട്ട് ഒരു 5 കിലോമീറ്ററെങ്കിലും നടക്കും. നല്ലോണം എക്സസൈസ്. കാരണം ഇപ്പോൾ അതിന് കുറേ സമയമുണ്ടായിരുന്നു. കഴിഞ്ഞ 5-8 മാസമായിട്ട് ഞാൻ സിനിമയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെ റെഗുലറായിട്ട് ചെയ്യായിരുന്നു. ഒരു 8-9 മണി വരെ എക്സസൈസ് ചെയ്യും. 9 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് നല്ല പഴയ സിനിമകൾ മുഴുവൻ കാണാനുള്ള ഒരു സംഗതി ഉണ്ടാക്കും. വൈകുന്നേരം ആകുമ്പോൾ ഈവനിങ് ഒരു 4 മണിക്ക് ഷട്ടിൽ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ രാത്രി ഒരു 8 മണി വരെ. നന്നായി ഷട്ടിൽ കളിക്കുന്ന ആളാണോ? അത്യാവശ്യം മോശമില്ലാതെ കളിക്കുന്ന ഒരാളാണ്. അതല്ലേ? ഡബിൾസ് കളിക്കുന്നുണ്ടാവുള്ളൂ അല്ലേ? ഡബിൾസ് കളിക്കുള്ളൂ. സിംഗിൾസ് നമ്മുടെ ഇത് പുറത്താകും, എക്സ്പോസ് ചെയ്യപ്പെടും. ജയറാം ഈ സിനിമയിലേക്ക് മടങ്ങി വരുവാണ്. അതായത് ജയറാമിന് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് ചെയ്യാൻ പറ്റാതിരുന്ന റോൾ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ മനസ്സിലുണ്ടാവുമല്ലോ. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഒരു പത്രപ്രവർത്തനത്തിൽ ഇന്നയാളുമായിട്ടൊരു സംവാദത്തിന് ആവശ്യമുണ്ടാവും, പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇന്നൊരു സ്റ്റോറി ബ്രേക്ക് ചെയ്യണം, ഞാൻ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നേനെ ആ സ്റ്റോറി എന്ന് പറഞ്ഞൊരു നടന് ഇന്നൊരു റോള് കിട്ടിയിരുന്നെങ്കിൽ ഇന്നൊരാശ ഇല്ല. പലതും അങ്ങനെ വേറൊരാൾ ചെയ്തു പോകുമ്പോൾ ഒരു ചെറിയ മനസ്സിൽ ഇതുപോലത്തെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ തോന്നാറുണ്ട്. പക്ഷേ അങ്ങനെ പർട്ടിക്കുലറായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. എനിക്ക് വെച്ച റോള് വേറെ ആൾ അപഹരിച്ചുകൊണ്ട് പോയി എന്നുള്ളൊരു ധാരണ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് വേണ്ടി തന്നെ ഉണ്ടായിരുന്ന റോളാണ്, ഞാൻ അഭിനയിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇനി ചിലപ്പോൾ ഒന്ന് ആലോചിക്കല്ലേ. അങ്ങനെയൊക്കെ ഒരുപാട്. പക്ഷേ എന്നാലും എനിക്ക് അങ്ങനെ വലിയൊരു അംബീഷൻ ഒന്നും ചെയ്യാറാമില്ല. ഇല്ല, നമുക്ക് കിട്ടുന്നത് കറക്റ്റായിട്ട് കിട്ടും. എന്തായാലും അത് എവിടെയാണെങ്കിലും നമുക്കുള്ളത് നമുക്കുണ്ടാകുന്നുള്ള. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു മറ്റേ വിജയമുണ്ടെങ്കിൽ ഒരു ജനക്കൂട്ടമാണ് സിനിമയിൽ. അതെ, കറക്റ്റ്. വിജയമില്ലെങ്കിൽ ഏകാന്തതയാണ്.